വെറും വിഡ്ഢിത്തമായോ അഹങ്കാരമായോ കണക്കാക്കേണ്ട ഒരുപാട് പ്രസ്താവനകളാണ് സംഘപരിവാർ നേതാക്കൾ ഓരോ ദിവസവും പുറത്തുവിടുന്നത്. ഓരോന്നോരോന്നായി ഓരോ ദിവസം പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇക്കൂട്ടർ. മുസ്ലിങ്ങളെയൊക്കെ അങ്ങ് പാകിസ്ഥാനിലേക്ക് അയക്കാമെന്നാണോ അതോ ക്രിസ്ത്യാനികളെയൊക്കെ ഖർവാപ്പസി നടത്താമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. അതെന്തായാലും ഒരു സമൂഹത്തിൽ അസഹിഷ്ണുത ഉണ്ടാക്കാനും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയമുണ്ടാക്കാനും ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചു വരുന്നത് വലിയ കാരണമാകുന്നുണ്ട്. ഒരു നുണ അനേകം തവണ ആവർത്തിച്ചുകൊണ്ട് അടിച്ചുറപ്പിക്കുന്ന ഗീബൽസിയൻ തന്ത്രം. ഇത്തരം പ്രസ്താവനകളെ എന്തുകൊണ്ടാണ് ഭീകരവിരുദ്ധ നിയമത്തിന്റെ പട്ടികയിൽപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നത്? ഇത്തരം പ്രസ്താവനകളെ ചെറുക്കാൻ നമുക്ക് നിയമമൊന്നുമില്ലേ? സാനിയ മിർസ ടെന്നീസ് ഡബിൾസിൽ ലോകത്ത് 1ാം റാങ്കിൽ, ഹൈദരാബാദുകാരി. സാനിയയുടെ നേട്ടത്തിൽ ഒരുപാട് ആഹ്ലാദിച്ചു നാം. ഇന്ത്യ ലോക ടെന്നീസ് ഭൂപടത്തിൽ, സാനിയ കൊടുമുടിയിൽ, അഭിമാനപൂരിതമായ അന്തരംഗം എന്നൊക്കെ തലക്കെട്ടുകൾ, ഓർമ്മകളുണ്ടായിരിക്കണം. ഇതേ സാനിയയെയാണ് പാകിസ്ഥാനിലേക്ക് പറഞ്ഞുവിടണം എന്ന് ബിജെപി MP ലക്ഷ്മൺ സിംഗ് അല്പകാലം മുമ്പ് ആവശ്യപ്പെട്ടത്. Her contribution to achievement of Telangana, her contribution for Telangana statehood is nothing. അന്ന് സാനിയ മിർസ ഏറെ വിഷമിച്ചു. ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല ഈ അപമാനം കേട്ടത്, സാനിയ മുസ്ലിമാണ് എന്നതുകൊണ്ടുകൂടിയായിരുന്നു. After playing for the country for as many years, after saying time and again that I have an Indian passport, after saying time and again that I still play for India, after winning medals at Commonwealth Games, after I got married for India, I don't understand why time and again I have to keep justifying that I'm Indian. And that to me was the most hurtful thing. Besides that, everything else, it's fine. People say things, they have their opinions, it doesn't affect me. But if someone is going to question my roots and question my family's roots and question my Indianness, I'm not going to let that happen. ഇന്ന് സാനിയയുടെ നേട്ടത്തിൽ രാജ്യം സന്തോഷിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നാം മറക്കരുത്. വിവാഹം, കുട്ടികൾ, ഭക്ഷണം, വസ്ത്രം എല്ലാം ഇപ്പോൾ തീരുമാനിക്കുന്നത് സംഘപരിവാറുകാരാണ്. അവർക്ക് മനുഷ്യരെ അറിയില്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തിരിച്ചറിയുന്നവരാണ് അവർ. ബ്രഹ്മചാരികളും സാധ്വികളുമൊക്കെ സാധാരണക്കാരായ പാവം മനുഷ്യരെ ഉപദേശിക്കും, ആരെ കല്യാണം കഴിക്കണം, എത്ര കുട്ടികൾ വേണം എന്നൊക്കെ. ഗുജറാത്തിലെ മുസ്ലിം നരഹത്യയുടെ കറപേറുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിന്റെ കൊടുമുടിയിൽ. ഒരു ഭാഗത്ത് വിദേശയാത്രകൾ, ഘോരഘോരങ്ങളായ പ്രസംഗങ്ങൾ, മൻ കി ബാത്ത്, ചായ്പേ ചർച്ച. മറുഭാഗത്ത് കോർപ്പറേറ്റ് പ്രീണന കമ്പോള സാമ്പത്തിക നയം. ഇതെല്ലാം മറികടക്കാനുള്ള പ്രതിച്ഛായാ വിദ്യകൾ ഇതിനെല്ലാം മുകളിൽ നടക്കുന്നു. അപ്പോഴാണ് നയത്തിന്റെ യഥാർത്ഥ മുഖം വിളിച്ചുകൂവിക്കൊണ്ട് കാഷായധാരികളും ധാരിണികളും അവിടവിടെ പ്രത്യക്ഷപ്പെട്ട് ഓരോ ദിവസം ഓരോ വിഡ്ഢിത്തം എന്ന മട്ടിൽ വിളമ്പിത്തരുന്നത്. कि आप मुस्लिम लड़कियों से शादी करो, अपने धर्म में प्रोग्रेस करो, प्रगति करो. लड़कों के लिए भी कहते हैं हम तो. हिंदू संत जब बोलते हैं कि बच्चे पैदा करने चाहिए, हम भी कहते हैं करने चाहिए. क्योंकि हिंदुओं की घटती हुई मात्रा को देख के आप क्या करोगे? यही करोगे, किसी छोटी लाइन को बड़ी लाइन को छोटा करने के लिए उससे बड़ी लाइन खींचनी पड़ेगी. तो हिंदुओं को भी अपना बढ़ोतरी करनी चाहिए, या फिर कानून को मुसलमानों पे भी पाबंदी लगा देनी चाहिए, उनकी भी नसबंदियां करा देनी चाहिए, उनको भी बच्चे नहीं ज्यादा पैदा करने चाहिए. कानून सिर्फ हिंदुओं के लिए थोड़ी ना है, उनके लिए भी लागू करो ना. हिंदुओं के लिए हो रही है, मुसलमान नहीं कराते. अब सबकी अगर ये कोई कानून हो सबके लिए समान होना चाहिए. मैं नहीं कहता कि मुसलमान को ईसाई करा दो, लेकिन परिवार नियोजन होना चाहिए. राजीव गांधी कोई नाइजीरियन लेडीज से ब्याह किए होते, गोरी चमड़ा ना होता तो क्या कांग्रेस पार्टी उसको नेतृत्व करती क्या? नाथूराम गॉडसे भी एक राष्ट्रभक्त था और महात्मा गांधी जी ने भी राष्ट्र के लिए बहुत कुछ किया. तो लोगों का अपने तरीके से सोचने का तरीका है. उसके दिल में भी दर्द था और उसका उस समय का जो स्टेटमेंट है वो मुझे लगता है कि राष्ट्रभक्ति से ही ओतप्रोत था. किसी कारण से गुस्सा से अगर उसने कोई गलती की होगी तो मुझे संदर्भ में नहीं, लेकिन वो राष्ट्रद्रोही भी नहीं था. ഇതൊക്കെ വെറും സാമ്പിളുകൾ. മനുഷ്യരെ വെറുപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇവരെ നിയന്ത്രിക്കാൻ മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞിട്ടില്ല. സംഘപരിവാർ അജണ്ട ഉന്നത സ്ഥാനങ്ങളിലെ നിയമനങ്ങളിലൊക്കെ നടപ്പാക്കുന്ന നരേന്ദ്രമോദിക്ക് സംഘത്തെ അനുസരിക്കാനേ കഴിയുന്നുള്ളൂ, നിയന്ത്രിക്കാനാവുന്നില്ല എന്നർത്ഥം. ഇതല്ല ബിജെപിയുടെ നയം എന്ന് എളുപ്പത്തിൽ പറയാം. പക്ഷെ കാണുന്നത് അങ്ങനെയല്ല. മഹാരാഷ്ട്രയിലെ മൾട്ടിപ്ലക്സുകളിൽ മറാത്ത പടം മാത്രം മതിയെന്ന് സർക്കുലർ. അതിനെ വിമർശിച്ച ശോഭാഡെ എന്ന എഴുത്തുകാരിക്ക് അവകാശ ലംഘന നോട്ടീസ്. എന്നുവെച്ചാൽ കാഷായധാരികൾക്ക് ആരെയും വെറുപ്പിക്കാം, വിദ്വേഷ പ്രസംഗം നടത്താം, അവർക്ക് കീ ജയ്. വിമർശിച്ചാൽ നമ്മൾ കുടുങ്ങി.
പ്രധാനമന്ത്രിയെയും സർക്കാർ നയങ്ങളെയും വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തെന്ന് പ്രചരിപ്പിക്കുന്ന സംഘാനുകൂലികളുടെ നാടാണ് ഇത്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന തന്നിട്ടുള്ള ഒരു മൗലിക അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നത്. പക്ഷെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശം മൗലികവാദികൾ കൈയാളുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. നമുക്കുള്ള അതായത് IPCയിലുള്ള വകുപ്പുകളൊക്കെ തന്നെ, കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെ ശിക്ഷിക്കാൻ ഉതകുന്ന IPCയിലുള്ള വകുപ്പുകളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലത്തെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വകുപ്പുകൾ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് സാഹിത്യകാരന്മാർക്കെതിരെയാണ്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ആൾക്കാർക്കെതിരെയാണ് ഈ വകുപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പുസ്തകം നിരോധിക്കാൻ, സിനിമ നിരോധിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും അനാചാരങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ രാജ്യത്തെ പൌരന്മാർക്ക് വോട്ടവകാശം എന്ന മൌലികാവകാശം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കണം എന്നു പറയുന്ന ശിവസേനയുമായാണ് BJP മഹാരാഷ്ട്രയിൽ ഭരണം പങ്കിടുന്നത്. അങ്ങ് ജമ്മു കാശ്മീരിലാണെങ്കിൽ BJP പറയുന്നതിന് നേരെ എതിരു മാത്രം ചെയ്യുന്ന PDPയുമായി അധികാരം പങ്കിടുന്നു. അധികാരമാണ് പ്രധാനം. അധികാരത്തിലിരുന്നാൽ അഹങ്കാരവും. ജനാധിപത്യത്തിന് ഇത്തരം അഹങ്കാരങ്ങൾ മറികടക്കാൻ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മതി. തിളങ്ങുന്ന ഇന്ത്യ വേണ്ടെന്ന് വെച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ളത്. ഗോവധ നിരോധനവും മനുഷ്യന്റെ ആഹാരം നിയന്ത്രിക്കുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. വിവാഹിതകൾ സിന്ദൂരക്കുറിയിട്ട് തലമറച്ചു നടക്കണമെന്ന് ഗോവയിലെ മന്ത്രിയുടെ ഭാര്യ പ്രഖ്യാപിക്കുമ്പോൾ മന്ത്രി കൈയടിക്കുന്നു. ഇന്ത്യയിൽ വന്നുണ്ടാക്കൂ എന്ന് ലോകമെങ്ങും നടന്ന് ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഇവരൊക്കെ ഉണ്ടാക്കുന്നതു മാത്രം കാണുന്നുമില്ല. ഒരക്ഷരം പോലും എതിർത്തും പറയുന്നില്ല. മതന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയേറെ അസ്വസ്ഥതയുണ്ടാകുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ട ഭരണാധികാരി മൌനം പാലിച്ചാൽ അത് കുറ്റകരമായ മൌനമാണ്. ഹേറ്റ് സ്പീച്ചുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് നിയമങ്ങളുടെ അഭാവമല്ല നമ്മളുടെ പ്രശ്നം, മറിച്ച് നിയമം നടപ്പാക്കുന്നതിലുള്ള സമ്പൂർണ്ണ പരാജയമാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്. ഇത്ര കേസുകളിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ വംശീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ ലാഭം നോക്കിയിട്ടാണ്. ആ രാഷ്ട്രീയ ലാഭം ഇവർക്ക് ഉണ്ടാവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഹിന്ദു രാജ്യമാണ് എന്ന രീതിയിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് അടുത്ത കാലത്ത് ഉള്ള മിക്ക സംഭാഷണങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുന്നത്. ഇതിനെതിരെ ശക്തിയായ ഒരു നിലപാട് നമ്മളുടെ ഭരണാധികാരികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു തമാശ എന്ന് പറയുന്നത്. ജീവിക്കാൻ എല്ലാവർക്കുമുള്ള അവകാശത്തെ ചിലർക്കു മാത്രമുള്ള അവകാശമാക്കി മാറ്റുന്നതിന് കൂട്ടുനിൽക്കുകയാണ് ഭരണകൂടം. സമ്പൂർണ്ണ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയൊക്കെ കൂട്ടായ്മയുണ്ടാക്കുന്ന നാം ഇനിയെങ്കിലും ജീവിക്കാൻ എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ വലിയ കൂട്ടായ്മകൾ ഉണ്ടാക്കി ഒന്നിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണവും വസ്ത്രവും പ്രണയവും നടപ്പും കുഞ്ഞുങ്ങളും ഒക്കെ ആധുനിക ഹിറ്റ്ലർമാർ സ്വന്തമാക്കും. CPM പാർട്ടി കോൺഗ്രസിന്റെ കാര്യം ഓർക്കാഞ്ഞിട്ടല്ല. കഴിഞ്ഞ തവണ സംസ്ഥാന സമ്മേളനത്തിന് VS പതാക ഉയർത്തിയപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു പാർട്ടി വിരുദ്ധൻ പതാക ഉയർത്തി എന്ന്. ഇപ്പോൾ കോൺഗ്രസിൽ VS പതാക ഉയർത്താതിരുന്നപ്പോൾ അതിഭയങ്കരമായ അവഗണനയെന്ന് ഇതേ മാധ്യമങ്ങൾ. മാധ്യമങ്ങളെ കൊണ്ട് CPM തോൽക്കാതെ മറ്റെന്ത് ചെയ്യാൻ? SRPയോ യെച്ചൂരിയോ ആര് ജനറൽ സെക്രട്ടറി ആയാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഇല പോലും അനങ്ങാനില്ല. സ്വന്തം ശക്തി സ്വന്തമായി തെളിയിക്കുകയാണ് എങ്കിൽ എല്ലാവരും CPMനെ തേടി ഇങ്ങോട്ടെത്തും. പണ്ട് പ്രകാശ് കാരാട്ട് ജയലളിതയെയും മായാവതിയെയും ഒക്കെ അങ്ങോട്ട് അന്വേഷിച്ച് പോയതുപോലെ ഈ കോൺഗ്രസിൽ അതിനുള്ള പരിപാടികൾ ഉണ്ടാകും എന്നാഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.